ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ 7 days എഗ് ഡയറ്റ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഇന്നലെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് എത്രയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം മക്കളെന്ന് സ്കൂളിൽ പറഞ്ഞേക്കട്ടെ. അപ്പോൾ അവർ പോവാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഹസ്ബൻഡാണ് ഡ്രോപ്പ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതാ അവർ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കുകയാണ്. ഇന്നത്തെ വെയിറ്റ് 83.60. എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് എന്ന് പറയുന്നത് 86.50 ആയിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തം 2.9 kg, അറൗണ്ട് 3 kg ഞാൻ കുറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് 3 കിലോ കുറയാന്നൊക്കെ പറയണത് നല്ല അടിപൊളി കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ചിലപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് ഉണ്ടാവും. എനിക്ക് ചെറിയൊരു ഹോർമോണൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ റിസൾട്ട് ഇത് കുറവാണെന്ന് വേണം പറയാൻ കേട്ടോ. എനിക്ക് ചെറുതായിട്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കുന്നതിൽ അല്ലാതെ തന്നെ ഇങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം മക്കൾ പോയതിനൊക്കെ ശേഷം അതാ ടോട്ടോക്ക് ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയൊരു പാക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ഫില്ലൊക്കെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് മക്കളെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളിതാ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും കടലയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു അരക്കഷ്ണം പുട്ടെടുത്തു. ഇനി ഫസ്റ്റ് ഡേ തന്നെ എല്ലാം കൂടി കുത്തിക്കയറ്റി കഴിച്ചിട്ട് ഇനി വയറിന് പണിയാവണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഒരാഴ്ചയായിട്ട് ഭയങ്കര ക്വാണ്ടിറ്റി കുറച്ചായിരുന്നല്ലോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരു അരക്കഷ്ണം പുട്ടും കടലയും ഒരു എഗ്ഗും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നല്ലതല്ലേ എന്തായാലും എഗ്ഗ്. അപ്പോൾ ഒരു എഗ്ഗ് കൊടുത്തിട്ടുണ്ട്. അതാണ് കഴിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നും പോണ പോലെ തന്നെ സൂംബ വർക്കൗട്ടിന് പോകുന്നുണ്ട്. ഒരു 1 hour സൂംബ കഴിഞ്ഞ് ഇതാ തിരിച്ചെത്തി. ഇതാണ് കേട്ടോ അവസ്ഥ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രീൻ ടീയും വിത്ത് ഹണിയാണ് കേട്ടോ. കുറച്ച് തേൻ ഒഴിച്ചിട്ടുള്ള ഗ്രീൻ ടീയും ഒരു ആപ്പിളുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കളെ പിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ഈവനിങ് ആകുമ്പോൾ മക്കളെയും കൂട്ടി പുറത്ത് പോകാമെന്ന് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇതിങ്ങനെ പറഞ്ഞിട്ടാണ് വീഡിയോ ഓൺ വോയിസ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ ഫോണ് കാറായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വോയിസ് ഒന്നും ഇതിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒന്നും റെക്കോർഡായില്ല. അപ്പോൾ മക്കൾക്ക് ഞാൻ സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ. മക്കൾ പുറത്ത് കൊണ്ടുപോകാന്നുള്ളത്. അപ്പോൾ എൻ്റെ ഡയറ്റ് കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുപോകാമെന്ന് ഇവർക്ക് വാക്ക് കൊടുത്തതായിരുന്നു. ഒന്നുമില്ല, ഞങ്ങൾ എൻ്റെ ചെറിയ മോന് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് ഗോകുലം മാളിൽ ഷാപ്പ് എന്നുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അവിടെ ജസ്റ്റ് ചോറും കൂട്ടാനെന്ന് പറഞ്ഞിട്ട് ചട്ടിച്ചോറെന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ചോറും കറികളൊക്കെ ഉള്ള അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പോകുമ്പോൾ കഴിക്കലുണ്ട്. അപ്പോൾ അത് അവന് കഴിക്കാൻ കൊണ്ടുപോകണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് 2-3 മാസമായി കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവന് ഭയങ്കര സർപ്രൈസായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കണ്ടില്ലേ ഭയങ്കര. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഇപ്പോൾ അവന് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈ ഒരു 3:30 ആ ഒരു ടൈമിൽ ചോറ് കിട്ടുമോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കിട്ടുമോ ഇല്ലൊന്നും അറിയില്ല, അവിടെ പോയിട്ട് പിന്നെ കച്ചറാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ചോറ് കിട്ടുമെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആ തുള്ളിച്ചാട്ടം. അപ്പോൾ ഞങ്ങളിതാ അവന് ചോറും ഞങ്ങൾ രണ്ടാളും ഓരോ പൊറാട്ടയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊറാട്ടയും ബീഫ് കറിയും അതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രോൺസിൻ്റെ ഡ്രൈ ഫ്രൈ. ചോറ് കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടോ എൻ്റെ ആര്യൻ്റെ മുഖത്ത്. അപ്പോൾ അവൻ്റെ ആണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പം ഞങ്ങൾ പൊറോട്ടയൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ്. പൊറോട്ടയും ബീഫുമാണ് കേട്ടോ. ഇങ്ങനെ ബീഫൊക്കെ ഇവരിങ്ങനെയാണ് സെർവ് ചെയ്യണത്. ഞാനിങ്ങനെ ഒറ്റക്കൊന്നും പുറത്ത് പോരാൻ തീരെ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെയൊക്കെ റെസ്റ്റോറൻറ്റ് പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറുതെ പുറത്തിറങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാനാണ് കേട്ടോ എനിക്ക് ഇഷ്ടം. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ
പുറത്ത് പോവുകയാണ്, ഫുഡ് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും മക്കളൊക്കെ അങ്ങനെ വെറുതെ പപ്പനോട് വരുമോ, ഒന്ന് വരുമോ, അങ്ങോട്ടേക്ക് വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്നാൽ ഓക്കെ, ഞാൻ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം തീർന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം ആയപ്പോഴാണ് ഹസ്ബൻഡ് എത്തിയത്. ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുജിയും അവിടെ ഒരു കല്ലപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്പുണ്ട്. അതിലേക്ക് ഞങ്ങൾ തന്നെ ഓർഡർ ചെയ്ത ബീഫ് കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടും അതന്നെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ബാസ്കിൻ റോബിൻസിൽ പോകാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നല്ല വേണ്ടത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഈ മെഷീനിൽ കിട്ടുന്ന ഐസ്ക്രീം ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അതങ്ങനെ കൂർത്തിങ്ങനെ ഒരു മിക്സും കൂടെ. ആ രണ്ടും ആയല്ലോ. അതൊന്നുമില്ല, ഇത് രണ്ടെണ്ണേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒരു മിക്സും കൂടെ. ഏത് കുറച്ച് സിമ്പിൾ ആയിട്ട് വായിച്ചാൽ പറയാം. അത് വേണ്ട മോനെ, അത് വായിച്ച അത് എനിക്ക് ഇഷ്ടാവില്ല. കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഒന്നും വാങ്ങിയില്ല, ഇനി നെക്സ്റ്റ് ടൈം വേറെ വാങ്ങാം. ഇതൊക്കെ വലിയ ആൾക്കാരതാണ്. ഇതുവാ അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോൾ അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഒരു ബുക്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു 3-4 ബുക്സും കൂടെ അങ്ങനെ വാങ്ങി. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്റർ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇതവിടെ അങ്ങനെ ഗൂഗിൾമാൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ 2 ഷൂ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ മക്കൾ പറയാം മമ്മക്ക് പറ്റിയ ഷൂ ആണ്, മമ്മ പോയിട്ടോളാൻ. അപ്പോൾ എന്ത് കണ്ടാലും എനിക്കിട്ടുള്ള വെപ്പാണ് കേട്ടോ ഇപ്പോൾ മക്കളെ പണി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീടെത്തിയിട്ടോ. അപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫോണിന് ഒരു കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയതാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടി, നല്ലൊരു കളറാണ്. ഈ ഒരു കളർ എന്താ പറയുക, ഒരു 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 ബ്രൗണും അല്ല പിങ്കും അല്ല, എന്താണ് ഒരു കളറ്, അത് അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു കളറ്. അപ്പോൾ അതൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ്. ഇങ്ങനെ ഐഫോൺ അൺബോക്സ് ചെയ്യണ പോലെ അൺബോക്സൊക്കെ ചെയ്യുന്നുണ്ട്. തന്നെ എന്തായി, എന്താ ചമ്മി പോയില്ലേ, ഇതൊക്കെ എടുത്ത് കളയാനുള്ളതാ അല്ലല്ലോ. അല്ല, ഓതാതിന് അതിൻ്റെ പോകുന്നെന്തിനാ, ഇവിടെ വെക്കണ്ടേ. ഞാൻ ഫോണിന് വെച്ചു, ഞാൻ ഫോണിന് ഇട്ടുകാണ്ട് നമുക്ക് അതിൻ്റെ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഫോണിന്. ഇന്ന് എനിക്ക് സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. സുജി രാത്രി ഓഫീസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സുജിക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധനം മീൻസ് കുറേ ഷർട്ടും പാൻസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കി, എനിക്കൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ 2 ബാഗായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് മമ്മിക്കും ഒന്ന് എനിക്കാണ് കേട്ടോ.
അപ്പോൾ സുജിൻ്റെ ഫ്രണ്ട് എന്നോട് ചോദിച്ചു ഏതാ ചേച്ചി കൂടുതൽ ഇഷ്ടമായത്, ചേച്ചിക്ക് ഏതാ കൂടുതൽ ഇഷ്ടമായതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതാ സുജി ഇൻകായിട്ട് വാങ്ങിയത് ഏതാന്ന് ചോദിച്ചപ്പോൾ അത് പറയാൻ പറ്റില്ല, ചേച്ചിക്ക് ഏതാ ഇഷ്ടമായതെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ തമ്മിലുള്ളൊരു ബെറ്റാണ്. സുജി പറഞ്ഞു ഈ ഒരു സാധനമാണ് ചേച്ചിക്ക് ഇഷ്ടമാവുക എന്നുള്ളത് പറഞ്ഞു. അവൻ പറഞ്ഞത് അതായത് സുജി പറയാത്ത മറ്റേ ബാഗാണ് എനിക്കിഷ്ടാവുക എന്നുള്ളതും പറഞ്ഞു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ബെറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ബ്ലാക്ക് ബാഗാണ്. എനിക്ക് ഒന്നാമത് ബ്ലാക്ക് ബാഗിനോട് കൂടുതലൊരു ഇഷ്ടമുണ്ട്, ബ്ലാക്ക് സാധനങ്ങളോട്. അതുപോലെ തന്നെ ആ ബ്ലാക്ക് കൂട്ടത്തിൽ എനിക്ക് ബ്ലാക്ക് ബാഗാണ് കേട്ടോ ഇഷ്ടമായതും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ സുജി തന്നെയാണ് കേട്ടോ ജയിച്ചത്. കാരണം സുജിക്ക് അറിയാം എനിക്ക് ബ്ലാക്കാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്, സുജിക്ക് അറിയാം, അത് അവനറിയില്ലല്ലോ. അങ്ങനെ സുജി എന്നെ ബെറ്റിൽ ജയിച്ചിട്ടുണ്ട്. പിന്നെ മമ്മിക്കുള്ള ബാഗ് മമ്മി കിടന്നുറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾ കൊണ്ടു കൊടുക്കുകയാണ് മമ്മിക്ക് സർപ്രൈസായിട്ട്. അപ്പോൾ മമ്മീനെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം മമ്മി ഒരു ഉറക്കത്തിൻ്റെ ആ ഒരു രീതിയിലായിരുന്നല്ലോ, കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു, നൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ബാഗൊക്കെ കിട്ടി സന്തോഷത്തിലുള്ള എൻ്റെ മിററിലുള്ള പ്രഹസനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കിടന്നുറങ്ങാൻ നോക്കി കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.